ഹായ് നമസ്കാരം. ബംഗ്ലാദേശിൽ ജനാധിപത്യം അട്ടിമറിക്കാൻ വൻ ഗൂഢാലോചന നടന്നു എന്ന് ഇന്ത്യ സർക്കാർ. ബംഗ്ലാദേശ് ഗൂഢാലോചന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. 1 കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ആശങ്കാകുലർ എന്നാണ് വിലയിരുത്തൽ. ക്ഷേത്രങ്ങളും ഇസ്കോൺ ക്ഷേത്രങ്ങളും ആക്രമിച്ചതോടെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി പങ്കിടുകയാണ് ബംഗ്ലാദേശ് നിന്ന് മാധ്യമപ്രവർത്തകർ. 1 കോടി ഹിന്ദുക്കൾ ഇന്ത്യയിൽ അഭയം തേടുമെന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അരക്ഷിതാവസ്ഥയിലാണ്. ഇന്ത്യയിലെത്തുന്നവർക്ക് സംരക്ഷണം കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച് നാടുവിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അവർക്ക് ഇന്ത്യ എല്ലാ സഹായവും നൽകും. ഭാവി നടപടികൾ സ്വീകരിക്കാൻ ഹസീനയ്ക്ക് സമയം നൽകിയിരിക്കുകയാണെന്നും സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു.